Hi all, in this video I am going to discuss about the RISC machines. The processors under this category are UltraSpark, PowerPC and Cray T3. In this video I am going to discuss about the basic features of RISC machine and the UltraSpark architecture. So let's discuss about the main features of RISC machine. RISC stands for Reduced Instruction Set Computers, and its main characteristics are: first, instruction length. All the instruction follows a standard and fixed instruction format. That means most of the instructions length is equal to one machine word. അതായത് most of the instructions one machine word ഉള്ള instructions ആണ് RISC-ലുള്ളത്. And second one is most of the instruction executes in a single cycle. Single cycle means ഒരു ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്ത് ഡീകോഡ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് എടുക്കുന്ന സമയം ഒരു ക്ലോക്ക് സൈക്കിൾ ആയിരിക്കും. റിസ്ക് മെഷീൻസിലെ മോസ്റ്റ് ഓഫ് ദി ഇൻസ്ട്രക്ഷനും ഫോളോ ചെയ്യുന്നത് ഈ ഫോർമാറ്റാണ്. ആൻഡ് നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് മെമ്മറി ആക്സസ് ഈസ് യൂഷ്വലി ഡൺ ബൈ ലോഡ് ആൻഡ് സ്റ്റോർ ഇൻസ്ട്രക്ഷൻ. And most of the instructions are register to register operation except load and store instruction. Then it has a large number of general purpose registers, but the machine instruction format and addressing modes are relatively small. These are the main features of RISC machines. And the machines under this category are UltraSpark, PowerPC and Cray T3. So let's discuss about the UltraSpark architecture. UltraSpark processor is announced by Sun Microsystems in 1995. This is the latest member of SPARC family, and the SPARC stands for Scalable Processor Architecture. ഇനി ഈ സ്പാർക്ക് ഫാമിലിയിലെ മെമ്പേഴ്സാണ് സ്പാർക്ക്, സൂപ്പർ സ്പാർക്ക് ആൻഡ് അൾട്രാ സ്പാർക്ക്. ഈ മൂന്നും എന്ന് പറയുന്നത് അപ്വേർഡ് കോമ്പാറ്റബിൾ മെഷീൻസ് ആണ്. അതായത് ഇതിനെല്ലാം ഒരു ബേസിക് സ്ട്രക്ചറാണ് ഫോളോ ചെയ്യുന്നത്. ഇതിലെ അതായത് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ പ്രോഗ്രാംസിനെ എക്സിക്യൂട്ട് ചെയ്യുന്നതും ഓൾമോസ്റ്റ് സെയിം ആയിട്ടാണ്. സോ ഇവിടെ നമ്മൾ പഠിക്കുന്നത് അൾട്രാ സ്പാർക്കിൻ്റെ ഫീച്ചേഴ്സാണ്. So what are the basic features of a UltraSpark machine? First one, memory. Second, registers, data format, instruction format, addressing mode, instruction set and input output. So first discuss about the memory of UltraSpark machine. All addresses are byte addresses. Memory consists of 8-bit bytes. It supports half word, word and double word. 2 consecutive bytes form a half word, 4 bytes form a word, 8 bytes form a double word. ഇനി നമ്മൾ ഈ ഹാഫ് വേർഡ്സിനെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ബൈറ്റ് അഡ്രസ് ബിഗിൻ ചെയ്യുന്നത് മൾട്ടിപ്പിൾസ് ഓഫ് 2 ആയിട്ടായിരിക്കും. വേർഡ് അഡ്രസ് ആണെങ്കിൽ മൾട്ടിപ്പിൾസ് ഓഫ് 4, ഡബിൾ വേർഡ്സ് ആണെങ്കിൽ മൾട്ടിപ്പിൾസ് ഓഫ് 8 ആയിട്ടായിരിക്കും അഡ്രസ്സിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് UltraSpark പ്രോഗ്രാംസ് ക്യാൻ ബി റിട്ടൺ യൂസിങ് വിർച്വൽ അഡ്രസ് സ്പേസ്. വിർച്വൽ അഡ്രസ് സ്പേസ് എന്ന് പറഞ്ഞാൽ 2�64 bytes ഓഫ് വിർച്വൽ അഡ്രസ് ആർ അവൈലബിൾ. ഇനി വിർച്വൽ അഡ്രസ്സിങ്ങിനെ പറ്റി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇതിലെന്ന് പറഞ്ഞാൽ നമുക്ക് വിർച്വൽ അഡ്രസ്സിങ്ങിൽ പ്രോഗ്രാംസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമുക്ക് മെയിൻ മെമ്മറിയും സെക്കൻഡറി സ്റ്റോറേജും യൂസ് ചെയ്യുന്നുണ്ട്. സെക്കൻഡറി സ്റ്റോറേജിൽ നമ്മൾ പ്രോഗ്രാംസിനെ സ്റ്റോർ ചെയ്യുന്നത് നമുക്ക് പേജസ്, അതായത് മൾട്ടിപ്പിൾ സൈസുള്ള മൾട്ടിപ്പിൾ പേജസ് ആയിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. എക്സിക്യൂഷൻ ടൈമിൽ എന്ത് ചെയ്യും, ഡിസ്കിൽ നിന്നും മെയിൻ മെമ്മറിയിലേക്ക് പ്രോഗ്രാംസിനെ എന്ത് ചെയ്യും, ലോഡ് ചെയ്യും. അപ്പോൾ എക്സിക്യൂഷൻ നടക്കുന്നത് എവിടെയാണ്, മെയിൻ മെമ്മറിയിൽ വെച്ചായിരിക്കും അല്ലെങ്കിൽ ഫിസിക്കൽ മെമ്മറിയിൽ വെച്ചായിരിക്കും നമ്മുടെ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ നടക്കുന്നത്. സോ ഈ വിർച്വൽ മെമ്മറി കോൺസെപ്റ്റിനെ UltraSpark സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ മെമ്മറിയിൽ പറയേണ്ടത് ബൈറ്റ് അഡ്രസ്ബിൾ മെമ്മറി, പിന്നെ അലൈൻമെൻറ്റ് ഓഫ് മെമ്മറി, ദെൻ വിർച്വൽ അഡ്രസ്സിങ്. സെക്കൻഡ് ഫീച്ചർ എന്ന് പറയുന്നത് രജിസ്റ്റേഴ്സ്. രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സ്പാർക്ക് ആർക്കിടെക്ചറിൽ ഒരു ലാർജ് രജിസ്റ്റർ ഫയൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ദാറ്റ് കണ്ടെയ്ൻസ് 100 ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ്. ഈ 100 ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സിൽ നമ്മൾ രജിസ്റ്റേഴ്സിനെ പല രീതിക്ക് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് 32 രജിസ്റ്റേഴ്സിനെ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 32 രജിസ്റ്റേഴ്സ് നെയിംഡ് as R0 to R31 can be accessed by any procedures. Any procedures എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഫസ്റ്റ് 8 രജിസ്റ്റേഴ്സ്, അതായത് R0 to R7 രജിസ്റ്റേഴ്സിനെ ഗ്ലോബൽ രജിസ്റ്റേഴ്സ് ആയിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്.
ഗ്ലോബൽ രജിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ദേ ക്യാൻ ബി ആക്സസ്ഡ് ബൈ ഓൾ ദി പ്രൊസീജിയേഴ്സ് ഓൺ ദി സിസ്റ്റം. അതാണ് ഗ്ലോബൽ രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി റിമൈനിങ് 24 രജിസ്റ്റേഴ്സിനെ രജിസ്റ്റർ വിൻഡോ ആയിട്ടാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്. രജിസ്റ്റർ വിൻഡോ എന്ന് പറഞ്ഞാൽ എന്താണ്? രജിസ്റ്റർ വിൻഡോ എന്ന് പറയുമ്പോഴത്തേക്കും സം രജിസ്റ്റേഴ്സ് ഇൻ ദി രജിസ്റ്റർ ഫയൽ ആർ ഷെയർഡ് ബിറ്റ്വീൻ പ്രൊസീജിയേഴ്സ്. അതായത് നമ്മൾ ഇൻഡിവിജ്വൽ രജിസ്റ്റേഴ്സിനെ ആക്സസ് ചെയ്യുന്നതിന് പകരം ഒരു സെറ്റ് ഓഫ് രജിസ്റ്റേഴ്സിനെ ആയിരിക്കും പ്രൊസീജിയർ ആക്സസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു പാരാമീറ്റർ പാസിംഗ് മെക്കാനിസത്തിൽ R8 to R15 കോളിംഗ് പ്രൊസീജിയറിന് വേണ്ടി യൂസ് ചെയ്യുവാണെങ്കിൽ R24 to 31 എന്ന് പറയുന്നത് കോൾ പ്രൊസീജിയറിന് വേണ്ടിയായിരിക്കും യൂസ് ചെയ്യുന്നത്. ഇതിൽ എന്താണ് സിമിലാരിറ്റി എന്ന് പറഞ്ഞാൽ ഈ രജിസ്റ്റേഴ്സിൻ്റെ അതായത് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഫിസിക്കലി സെയിം ആയിരിക്കും. അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ നമുക്കുള്ളത് എന്താണ്? 100 ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ട്. അതിൽ 32 രജിസ്റ്റേഴ്സ് ആർ ഡെസിഗ്നേറ്റഡ് ആസ് R0 to R31. അതിലെ ഫസ്റ്റ് 8 രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഗ്ലോബൽ രജിസ്റ്റേഴ്സ് ആണ്. റിമൈനിങ് 24 രജിസ്റ്റേഴ്സ് ആർ ആക്സസ്ഡ് ആസ് രജിസ്റ്റർ വിൻഡോ. അതിൽ എക്സാമ്പിൾ പറയുന്നത് എന്താണ്? പാരാമീറ്റർ പാസിംഗ് മെക്കാനിസത്തിൽ നമ്മൾ ഒരു സെറ്റ് ഓഫ് 8 രജിസ്റ്റേഴ്സിനെ കോളിംഗ് പ്രൊസീജിയറായിട്ടും കോൾഡ് പ്രൊസീജിയറായിട്ടും യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. ഇനി ഇതിലെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ രജിസ്റ്റേഴ്സിനെ ആക്സസ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഒരു വിൻഡോ ഓവർഫ്ലോ ഇൻട്രപ്റ്റ് ഒക്കർ ചെയ്യാറുണ്ട്. വാട്ട് ഈസ് വിൻഡോ ഓവർഫ്ലോ ഇൻട്രപ്റ്റ്? ഇഫ് എ സെറ്റ് ഓഫ് കൺകറന്റ്ലി റണ്ണിംഗ് പ്രൊസീജിയേഴ്സ് നീഡ്സ് മോർ വിൻഡോസ് ദാൻ ഫിസിക്കലി അവൈലബിൾ, then system arise a window overflow interrupt. ഓക്കെ, അതായത് കറൻ്റ്ലി യൂസ് ചെയ്യുന്ന രജിസ്റ്റേഴ്സ് അവൈലബിൾ അല്ല എങ്കിൽ, അല്ലെങ്കിൽ അതായത് ആ രജിസ്റ്റേഴ്സിനെ വേറെ ഏതെങ്കിലും പ്രൊസീജിയർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുവാണെങ്കിൽ സിസ്റ്റം ജനറേറ്റ് ചെയ്യുന്ന ഒരു എറർ മെസ്സേജാണ് വിൻഡോ ഓവർഫ്ലോ ഇൻട്രപ്റ്റ്. ഓക്കെ, അപ്പം ഇത് ഇത്രയാണ് രജിസ്റ്റർ ഫയലിലുള്ളത്. ഇനി ട്രഡീഷണൽ സ്പാർക്ക് മെഷീൻ 32 ബിറ്റ് രജിസ്റ്റേഴ്സ് അതായത് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് 32 ബിറ്റിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അൾട്രാ സ്പാർക്കിൽ ആ രജിസ്റ്ററിൻ്റെ സൈസ് എക്സ്പാൻഡഡ് ടു 64 ബിറ്റ്. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ഫ്ലോട്ടിംഗ് പോയിന്റ് യൂണിറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ആ ഫ്ലോട്ടിംഗ് പോയിന്റ് യൂണിറ്റിൽ ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് 64 ഡബിൾ പ്രിസിഷൻ ഫ്ലോട്ടിംഗ് പോയിന്റ് രജിസ്റ്റേഴ്സും കൺട്രോൾ ആൻഡ് സ്റ്റാറ്റസ് രജിസ്റ്റേഴ്സും ഉണ്ട്. ഇനി ഈ സ്പാർക്ക് മെഷീൻ സപ്പോർട്ട് ചെയ്യുന്ന രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് പ്രോഗ്രാം കൗണ്ടർ, കണ്ടീഷൻ കോഡ് രജിസ്റ്റേഴ്സ്, കൺട്രോൾ രജിസ്റ്റേഴ്സ് എന്നിവയെല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ രജിസ്റ്റേഴ്സിൽ പറയേണ്ടത് എന്തൊക്കെയാണ്? അപ്രോക്സിമേറ്റ്ലി 100 ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ട്. ഇനി 32 R0 to R31 32 രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് പ്രൊസീജിയേഴ്സിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അതിൽ ഫസ്റ്റ് 8 രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഗ്ലോബൽ രജിസ്റ്റേഴ്സും റിമൈനിങ് 24 രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? വിൻഡോ രജിസ്റ്റേഴ്സുമാണ്. ഇനി പറയേണ്ടതെന്ന് പറഞ്ഞാൽ വിൻഡോ ഓവർഫ്ലോ ഇൻട്രപ്റ്റ് എപ്പോഴാണ് വരുന്നത്? അതായത് ഈ വിൻഡോ രജിസ്റ്ററിനെ ഏതെങ്കിലും പ്രൊസീജിയർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പം വേറെ ഏതെങ്കിലും ഒരു പ്രൊസീജിയറിന് ആവശ്യം വരുന്നു എന്ന് വെച്ചോ. ആ സമയത്ത് ഇത് അവൈലബിൾ അല്ലെങ്കിൽ അത് ജനറേറ്റ് ചെയ്യുന്ന ഇൻട്രപ്റ്റാണ് വിൻഡോ ഓവർഫ്ലോ ഇൻട്രപ്റ്റ്. ഇനി സ്പാർക്ക് സപ്പോർട്ട് ചെയ്യുന്നത് 32 ബിറ്റ് ലോങ് രജിസ്റ്റേഴ്സും അൾട്രാ സ്പാർക്കിൽ ഇത് 64 ബിറ്റ് രജിസ്റ്റേഴ്സ് ആണ്. ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എന്തുണ്ട്? ഫ്ലോട്ടിംഗ് പോയിന്റ് രജിസ്റ്റേഴ്സും കൺട്രോൾ സ്റ്റാറ്റസ് രജിസ്റ്റേഴ്സും ഉണ്ട്. ബിസൈഡ്സ് ദിസ്, program counter, condition code registers and number of other control registers are supported. Next one is data format. As I already discussed about, integers supports 8-bit, 16-bit, 32-bit, 64-bit binary numbers, and negative values are represented as 2's complement. Characters are represented as 8-bit ASCII values. ഇത് ഇത്രയും എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ ആർക്കിടെക്ചറിലും സിമിലർ ആണ്. ഇനി എക്സ്ട്രാ വരുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ് സപ്പോർട്ട്സ് ബോത്ത് ബിഗ് എൻഡിയൻ ആൻഡ് ലിറ്റിൽ എൻഡിയൻ ബൈറ്റ് ഓർഡറിങ്. എന്താണ് ഈ ബിഗ് എൻഡിയൻ ലിറ്റിൽ എൻഡിയൻ ബൈറ്റ് ഓർഡറിങ് എന്ന് പറഞ്ഞാൽ? ബിഗ് എൻഡിയൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡേറ്റയെ സ്റ്റോർ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ MSB പാർട്ട്, ആ ന്യൂമറിക് വാല്യൂവിൻ്റെ MSB പാർട്ടിനെ ലോവസ്റ്റ് നമ്പേർഡ് അഡ്രസ്സിൽ സ്റ്റോർ ചെയ്യുവാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ബിഗ് എൻഡിയൻ അഡ്രസ്സിങ്. ഫോർ എക്സാമ്പിൾ എന്ന് പറയുന്നത് എനിക്കിപ്പോൾ 4253 എന്ന് പറയുന്ന ഒരു ഡേറ്റയെ എനിക്ക് സ്റ്റോർ ചെയ്യണം. ഈ ഡേറ്റയെ എനിക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ ഞാൻ കൊടുക്കുന്ന അഡ്രസ്സ് 6500 ആണെങ്കിൽ 6500ൽ 42 എന്ന് പറയുന്നതാണ് MSB പാർട്ട്, 53 എന്ന് പറയുന്നതാണ് LSB പാർട്ട്. 6500 എന്ന് പറയുന്ന ഒരു അഡ്രസ് ലൊക്കേഷൻ കൊടുത്താൽ 6500ൽ MSBയും സ്റ്റോർ ചെയ്യും, 6502ൽ LSBയും സ്റ്റോർ ചെയ്യും. ഇതിനെ പറയുന്ന പേരാണ് ബിഗ് എൻഡിയൻ ബൈറ്റ് ഓർഡറിങ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ് ഇത് സപ്പോർട്ട് ചെയ്യുന്നത്? ഫ്ലോട്ടിംഗ് പോയിന്റ് ഡേറ്റ ഫോർമാറ്റ്. ഫ്ലോട്ടിംഗ് പോയിന്റ് ഡേറ്റ ഫോർമാറ്റ് സിംഗിൾ പ്രിസിഷൻ, ഡബിൾ പ്രിസിഷൻ
ആൻഡ് ക്വാഡ് പ്രിസിഷൻ. ദിസ് ഓൾറെഡി ഡിസ്കസ്ഡ്. സിംഗിൾ പ്രിസിഷൻ 32-bit ലോങ് ആണ്. അതിലെന്ന് പറഞ്ഞാൽ 23-bit ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ, 8-bit ഫോർ എക്സ്പോണന്റ്, റിമൈനിങ് ബിറ്റ് ഫോർ സൈൻ ഓഫ് ദി ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ. ദെൻ ഡബിൾ പ്രിസിഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 64-bit ലോങ്. ഇതിൽ 52-bit എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ ആൻഡ് 11-bit ഫോർ എക്സ്പോണന്റ്. Then last one is quad precision format, stores 63 significant bits plus 15-bit exponent. ഇപ്പോൾ ഡേറ്റ ഫോർമാറ്റിൽ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. എന്തൊക്കെയാണ്? ഇൻറ്റിജേഴ്സ്, നെഗറ്റീവ് വാല്യൂസ്, ക്യാരക്ടേഴ്സ്, ബിഗ് എൻഡിയൻ, ലിറ്റിൽ എൻഡിയൻ, ബൈറ്റ് ഓർഡറിംഗ്, ദെൻ ഫ്ലോട്ടിംഗ് പോയിന്റ് ഫോർമാറ്റ്. Then next, instruction format. Actually 3 basic instructions format is available in Spark architecture. All these are 32-bit long. ഈ 32-bit ലോങ് ആയിട്ടുള്ള, അതായത് ഫിക്സ്ഡ് ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ് ആണല്ലോ. സോ 32-bit ലോങ് ആയിട്ടുള്ള 3 ബേസിക് ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ 32-bit ഫസ്റ്റ് 2 bits ഓഫ് ദി ഇൻസ്ട്രക്ഷൻ വേർഡ് ഐഡന്റിഫൈ വിച്ച് ഫോർമാറ്റ് ഈസ് ബീയിങ് യൂസ്ഡ്. അതായത് 3 ഫോർമാറ്റിൽ ഏത് ഫോർമാറ്റാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളതിനെ ഡിറ്റർമൈൻ ചെയ്യുന്നതാണ് ഫസ്റ്റ് 2 bits. ഫോർമാറ്റ് 1 എന്ന് പറയുന്നത് യൂസ്ഡ് ഫോർ കോൾ ഇൻസ്ട്രക്ഷൻ. ഫോർമാറ്റ് 2 ഈസ് യൂസ്ഡ് ഫോർ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ ആൻഡ് റിമൈനിങ് ഇൻസ്ട്രക്ഷൻസ് യൂസ്ഡ് ഇൻ ഫോർമാറ്റ് 3. ഇപ്പോൾ ഫോർമാറ്റ് 3ൽ വരുന്നതെന്ന് പറഞ്ഞാൽ രജിസ്റ്റർ, ലോഡ് ആൻഡ് സ്റ്റോർ ഇൻസ്ട്രക്ഷൻസും അരിത്തമെറ്റിക് ഓപ്പറേഷനുള്ള ഇൻസ്ട്രക്ഷൻസുമാണ് ഇതിൽ വരുന്നത് ഫോർമാറ്റ് 3ൽ വരുന്നത്. സോ നെക്സ്റ്റ്, അഡ്രസ്സിംഗ് മോഡ്സ്. അഡ്രസ്സിംഗ് മോഡ്സ് എന്ന് പറഞ്ഞാൽ ഇഫ് ആൻ ഓപ്പറാൻഡ് വാല്യൂ മേ ബി സ്പെസിഫൈഡ് ആസ് എ പാർട്ട് ഓഫ് ഇൻസ്ട്രക്ഷൻ ദെൻ ഇറ്റ് ഫോളോസ് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്. ഇഫ് ആൻ ഓപ്പറാൻഡ് മേ ബി ഇൻ രജിസ്റ്റർ ദെൻ ഇറ്റ് ഈസ് രജിസ്റ്റർ ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. ഇനി ഓപ്പറാൻഡിനെ അഡ്രസ്സ് ചെയ്യാനായിട്ട് ബാക്കിയുള്ള അഡ്രസ്സിംഗ് മോഡ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ പ്രോഗ്രാം കൗണ്ടർ റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡ്. ഇതിൽ നമ്മൾ ടാർഗറ്റ് അഡ്രസ്സിനെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രോഗ്രാം കൗണ്ടർ പ്ലസ് ഡിസ്പ്ലേസ്മെന്റ് ആണ് ടാർഗറ്റ് അഡ്രസ്. ദെൻ നെക്സ്റ്റ് ഈസ് രജിസ്റ്റർ ഇൻഡയറക്റ്റ് വിത്ത് ഡിസ്പ്ലേസ്മെന്റ്. ഹിയർ ടാർഗറ്റ് അഡ്രസ് ഈസ് രജിസ്റ്റർ പ്ലസ് ഡിസ്പ്ലേസ്മെന്റ്. Then next is register indirect indexed. Here target address is register 1 minus register 2. ഇതിൽ ഈ പ്രോഗ്രാം കൗണ്ടർ റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡ് യൂസ് ചെയ്യുന്നത് ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ്റെ കേസിലാണ്. ഇനി ഈ ഡിസ്പ്ലേസ്മെന്റിന്റെ കാൽക്കുലേഷൻ വരെ നിങ്ങൾ സെക്കൻഡ് മോഡ്യൂളിൽ പഠിക്കും. ജസ്റ്റ് ഇവിടെ തിയറി മാത്രം മതി. പ്രോഗ്രാം കൗണ്ടർ, രജിസ്റ്റർ ഇൻഡയറക്റ്റ് വിത്ത് ഡിസ്പ്ലേസ്മെന്റ്, രജിസ്റ്റർ ഇൻഡയറക്റ്റ് ഇൻഡെക്സ്ഡ് എങ്ങനെയാണെന്നുള്ള തിയറി മാത്രം മതി. സോ നെക്സ്റ്റ് മൂവ് ടു ദി ടോപ്പിക് ഇൻസ്ട്രക്ഷൻ സെറ്റ്. The basic Spark architecture has fewer than 100 machine instruction. ഇനി ഇതിലെന്ന് പറഞ്ഞാൽ മെമ്മറിയെ ആക്സസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് ഏതാണ്? ലോഡ് ആൻഡ് സ്റ്റോർ ഇൻസ്ട്രക്ഷൻസ് ആണ്. ബാക്കിയെല്ലാം എന്ന് പറയുന്നത് എന്താണ്? രജിസ്റ്റർ ടു രജിസ്റ്റർ ഇൻസ്ട്രക്ഷൻസ് ആണ്. ഇനി ഇതിലെ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ എന്ന് പറയുന്നത് പൈപ്പ് ലൈനിങ് ആണ്. പൈപ്പ് ലൈനിങ് എന്ന് പറയുന്നത് ന്യൂ കോൺസെപ്റ്റ് ആണ്. ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ ഓൺ എ സ്പാർക്ക് സിസ്റ്റം ഈസ് പൈപ്പ് ലൈൻ. പൈപ്പ് ലൈൻ മീൻസ് while one instruction being executed, the next instruction is being fetched from memory and it is decoded. അതായത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇൻസ്ട്രക്ഷനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അടുത്ത ഇൻസ്ട്രക്ഷനെ എന്ത് ചെയ്യും? മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്ത് ഡീകോഡ് ചെയ്ത് വെക്കും. എന്തിനു വേണ്ടി? എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഇതെന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷനെ സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് പൈപ്പ് ലൈനിങ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ്? ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെ ഏതൊരു ഇൻസ്ട്രക്ഷനെയും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് ഒരു ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ വരുവാണെന്നുണ്ടെങ്കിൽ ദാറ്റ് മൈ കോസ് എ പ്രോസസ് ടു സ്റ്റോൾ. സ്റ്റോൾ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ വരുമ്പോഴത്തേക്കും ബ്രാഞ്ച് ഏതൊരു ലേബലിലേക്കാണോ പോയിന്റ് ചെയ്യുന്നത് അവിടേക്കാണ് പോകുന്നത്. അതായത് എക്സിക്യൂഷൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് ആ ലേബലിലേക്കാണ് പോകുന്നത്. സോ ഈ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ്റെ തൊട്ട് താഴെ വരുന്ന ഇൻസ്ട്രക്ഷൻ എന്ത് ചെയ്യും? അവിടെ വെച്ച് എക്സിക്യൂഷനെ സ്റ്റോപ്പ് ചെയ്യും. അതായത് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. ആക്ച്വലി ഇതെന്താണ്? ദാറ്റ് ഓൾറെഡി ഹാഡ് ബീൻ ഫെച്ച്ഡ് ആൻഡ് ഡീകോഡഡ്. പക്ഷേ എന്ത് ചെയ്യും? എക്സിക്യൂഷൻ ഡിസ്കാർഡ് ചെയ്യും. അതാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ്. സോ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമുക്ക് ഇതിനെ എഫിഷ്യൻ്റ് ആയിട്ട്, അതായത് പൈപ്പ് ലൈനിങ്ങിനെ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യിക്കാൻ വേണ്ടി സ്പാർക്ക് ബ്രാഞ്ച് ഇൻസ്ട്രക്ഷനിൽ നമ്മൾ ഡിലേഡ് ബ്രാഞ്ചസിനെ യൂസ് ചെയ്യും. ഡിലേഡ് ബ്രാഞ്ചസ് എന്താണെന്ന് വെച്ചാൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷനെ ഫോളോ ചെയ്ത് വരുന്ന ഇൻസ്ട്രക്ഷനെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണം. എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ബ്രാഞ്ച് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷനെ എക്സിക്യൂട്ട് ചെയ്യാൻ എടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യും? മറ്റതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ എടുക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഓപ്പറേഷൻ പെർഫോം ചെയ്യുക. ഇതേ ഉള്ളൂ നമുക്കത് പെർഫോം ചെയ്യാനായിട്ടുള്ള ഒരേ ഒരു മെത്തേഡ്. സോ ഈ എക്സാമ്പിൾ നോക്ക്. ഇവിടെ സബ് %L0 11% L1 BA നെക്സ്റ്റ് മൂവ് %L1 %03. ഇതൊരു, അതായത് ഇൻസ്ട്രക്ഷൻ സീക്വൻസ് ആണ്. പ്രോഗ്രാം അല്ല, ഒരു പാർട്ട് ഓഫ്
പ്രോഗ്രാമാണ്, അതായത് ഇൻസ്ട്രക്ഷൻ സീക്വൻസ്. ഫസ്റ്റ് വൺ നിങ്ങൾക്കറിയാം സബ് ഇൻസ്ട്രക്ഷൻ ആണ്. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ BA ഇൻഡിക്കേറ്റ് ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ, ബ്രാഞ്ച് ടു നെക്സ്റ്റ് എന്ന് പറയുന്ന ലേബലിലേക്കാണ് പോകുന്നത്, ദെൻ മൂവ് ഇൻസ്ട്രക്ഷൻ. ഇവിടെ എന്താണ്, ഇവിടെ നമ്മൾ പൈപ്പ് ലൈനിങ് എന്ന് പറയുന്ന പ്രൊസീജിയർ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മളിവിടെ എന്താണ് സബിനെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യും, ബ്രാഞ്ചിനെ ഫെച്ച് ചെയ്ത് ഡീകോഡ് ചെയ്ത് വെച്ചേക്കുവാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്രാഞ്ചിനെ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ മൂവ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷനെ നമ്മൾ ഫെച്ച് ചെയ്ത് ഡീകോഡ് ചെയ്ത് വെച്ചേക്കുവാണെങ്കിലും ബ്രാഞ്ച് കഴിഞ്ഞിട്ട് കൺട്രോൾ എവിടേക്കാണ് പോകുന്നത്, ഈ നെക്സ്റ്റ് എന്ന് പറയുന്ന ലേബലിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെയുള്ള ഇൻസ്ട്രക്ഷനെയാണ് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ മൂവ് എക്സിക്യൂട്ട് ആവാതെ ഇരിക്കുമല്ലേ. അപ്പം ഇതിനെ ഓവർകം ചെയ്യാനായിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമുക്കൊന്നുകിൽ ഒരു NOP എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷനെ യൂസ് ചെയ്യാം. എവിടെ യൂസ് ചെയ്യാം NOP എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷനെ? ആഫ്റ്റർ ബ്രാഞ്ച് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷന് ശേഷം NOP എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രക്ഷനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡിസഡ്വാൻറ്റേജ് ഒഴിവാക്കാം. അതിനെ പറയുന്ന പേരാണ് ഡിലേ സ്ലോട്ട് അല്ലെങ്കിൽ ഡിലേഡ് ബ്രാഞ്ചസ്. ഓക്കെ, ഇനി ഇതേ ഉള്ളൂ ഇൻസ്ട്രക്ഷൻ സെറ്റിൽ. പിന്നെന്ന് പറയുന്നത് ഇതിൽ കുറച്ച് സ്പെഷ്യൽ പർപ്പസ് ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ആ സ്പെഷ്യൽ പർപ്പസ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് പ്രൊവൈഡ് സപ്പോർട്ട് ഫോർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് ഓപ്റ്റമൈസിങ് കമ്പൈലേഴ്സ്. ഫോർ എക്സാമ്പിൾ, ഹൈ ബാൻഡ്വിഡ്ത്ത് ബ്ലോക്ക് ലോഡ് ആൻഡ് സ്റ്റോർ ഓപ്പറേഷൻ ക്യാൻ ബി യൂസ്ഡ് ഫോർ കോമൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫംഗ്ഷൻ സ്പീഡപ്പ്. അതായത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷൻസിനെ സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് എന്താണ്, സ്പെഷ്യൽ പർപ്പസ് ആണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഒരു മൾട്ടി പ്രോസസർ സിസ്റ്റത്തിലെ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് അറ്റോമിക് ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് മെമ്മറി ആക്സസിന് വേണ്ടിയൊക്കെയുള്ള ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് സ്പെഷ്യൽ പർപ്പസ് ആണ്. അപ്പോൾ ഇൻസ്ട്രക്ഷൻ സെറ്റിൽ പറയുന്നത് ലെസ് ദാൻ 100 ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. പൈപ്പ് ലൈൻ ഇൻസ്ട്രക്ഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. പൈപ്പ് ലൈനിങ് എന്താണെന്ന് അറിയാം. ഒരു ഇൻസ്ട്രക്ഷനെ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെയും അടുത്ത ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്ത് ഡീകോഡ് ചെയ്ത് വെക്കുന്നതാണ് പൈപ്പ് ലൈനിങ്. പൈപ്പ് ലൈനിങ്ങിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്, പ്രോസസ് ടു സ്റ്റോൾ. ഇതാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ്. അതിനെ ഓവർകം ചെയ്യാനായിട്ടാണ് ഡിലേഡ് ബ്രാഞ്ചസ് യൂസ് ചെയ്യുന്നത്. ഡിലേഡ് ബ്രാഞ്ചസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പ്രോസസ് സ്റ്റോൾ ചെയ്യുന്നത് ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുമ്പോഴാണ്. സോ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഒരു NOP ഓപ്പറേഷൻ യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ടൈമിന് വേണ്ടി വേറെ എന്തെങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയോ ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ലാസ്റ്റ് ടോപ്പിക് ഈസ് ഇൻപുട്ട് ഔട്ട്പുട്ട്. ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, കമ്മ്യൂണിക്കേഷൻ വിത്ത് IO ഡിവൈസസ് ഈസ് അക്കംപ്ലിഷ് ത്രൂ മെമ്മറി. സോ ഡേറ്റയെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതും അതിനെ ഔട്ട് ചെയ്യുന്നതുമാണ് ഇൻപുട്ട് ഔട്ട്പുട്ടിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മെമ്മറി ലൊക്കേഷൻസിനെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ഡിവൈസ് രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓരോ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിനും എന്താണ് ഒരു യൂണീക്ക് അഡ്രസ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ആ അഡ്രസ്സ് വെച്ചാണ് ഓപ്പറേഷൻസിനെ പെർഫോം ചെയ്യുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ ലോഡ് ആൻഡ് സ്റ്റോർ ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും മെമ്മറി യൂസ് ചെയ്യുവാണെങ്കിൽ ഈ ഡിവൈസ് രജിസ്റ്റേഴ്സിനെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിലുള്ളത്, അൾട്രാസ്പാർക്ക് ആർക്കിടെക്ചറിലുള്ളത്. ഓക്കെ.